കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്. എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 24-ാം വാക്യം. ഒരു ചെറിയ തീപ്പൊരിയാണ് കാട്ടുതീയാകുന്നതും കാട് കത്തിക്കുന്നതും. കാടിനെ ആശ്രയിച്ച് നിൽക്കുന്ന പല ജീവജാലങ്ങളും അതിൽ എരിഞ്ഞമരുന്നതും നമ്മൾ കാണുന്ന യാഥാർത്ഥ്യമാണ്. നമ്മുടെ പല സ്നേഹബന്ധങ്ങളും തകരുന്നത് പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ടാകാം. പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് പല വിരുന്നുകളും അലങ്കോലപ്പെടുന്നതും പല ഗാഢബന്ധങ്ങൾ തകരുന്നതും നമ്മൾ കാണുന്നതാണ്. പെട്ടെന്ന് ദേഷ്യം വന്നു, പെട്ടെന്ന് പറഞ്ഞു, പിന്നെ എൻ്റെ മനസ്സിലൊന്നുമില്ലെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. സ്വയം ജയിക്കുകയാണ് ഏറ്റവും വലിയ ജീവിത ലക്ഷ്യമെന്ന് മനസ്സിലാക്കി ദേഷ്യത്തെ അതിജീവിക്കുവാൻ ആത്മനിയന്ത്രണത്തോടെ ട്രെയിൻ ചെയ്യാൻ അത് നമുക്ക് തന്നെ സാധിക്കുകയുള്ളൂ. ഒരിക്കൽ ഒരു ഗുരു ശിഷ്യന്മാരോട് ഒരു കഥ പറയുകയുണ്ടായി. നിന്നിലെ കഴുതയെ നീ കണ്ടിട്ടുണ്ടോ? ശിഷ്യന്മാർ പരസ്പരം നോക്കി. ഞങ്ങളുടെ ഉള്ളിൽ കഴുതയോ? കഴുത ഒരു ജീവിയല്ലേ? ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു. ഒരിക്കൽ ഒരു കഴുതയെ സാത്താൻ കെട്ടഴിച്ചു വിട്ടു. കെട്ടഴിഞ്ഞ കഴുത അടുത്തുള്ള കൃഷിയിടങ്ങളിൽ ചെന്ന് അയാളുടെ കാർഷിക വിളകളെല്ലാം നശിപ്പിച്ചു. ഇത് കണ്ട കൃഷിക്കാരൻ്റെ ഭാര്യ വടിയെടുത്ത് കഴുതയെ പൊതിരെ തല്ലി. തല്ലി കഴുത ചത്തുപോയി. തൻ്റെ കഴുത ചാവുന്നത് കണ്ടാണ് അയൽപ്പക്കക്കാരൻ ഇറങ്ങി വരുന്നത്. ആ സ്ത്രീയോടുള്ള വൈരാഗ്യം മൂത്ത അയൽപ്പക്കക്കാരൻ ആ കമ്പെടുത്ത സ്ത്രീയുടെ തലയ്ക്കടിച്ചു പൊട്ടിച്ചു. ചോര വാർന്ന് കിടക്കുന്ന ഭാര്യയെ കണ്ട ഭർത്താവ് മൂർച്ചയേറിയ പണിയായുധമെടുത്ത് അയൽക്കാരനെ തലയ്ക്കടിച്ചു കൊന്നു. ഇത് കണ്ട അയൽപ്പക്കക്കാരൻ്റെ ഭാര്യ വലിയ വായിൽ കരഞ്ഞ് തൻ്റെ ആൺമക്കളെയെല്ലാം വിളിച്ചു വരുത്തി. എങ്ങനെയെങ്കിലും ആ കൃഷിക്കാരനെ കൊന്നേ പറ്റൂ. ഇത് കേട്ട ആൺമക്കൾ കൃഷിയിടത്തിന് തീ വയ്ക്കുകയും വീട് ചുട്ടു നശിപ്പിക്കുകയും ചെയ്തു. ഇത് കേട്ട ശിഷ്യന്മാർ ഗുരുവിനോട് ചോദിച്ചു, അല്ലയോ ഗുരു, എന്തിനാണ് ഈ സാത്താൻ ഇത്ര കലഹമുണ്ടാക്കുന്നത്? ഗുരു പറഞ്ഞു, അതിനെ സാത്താൻ കഴുതയെ അഴിച്ചു വിട്ടു എന്നല്ലേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലും ഇതുപോലെയുള്ള കഴുതകളുണ്ട്. കോപമാകാം, വലിയ തോതിലുള്ള ദേഷ്യമാകാം, പെട്ടെന്ന് പൊട്ടിത്തെറിക്കലാകാം. ഇങ്ങനെയാകുന്ന കഴുതകളെ കൊണ്ട് ചെറുതായി പോകുന്ന പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാകാറുണ്ട്. ഒരു സമൂഹത്തിലായാലും വാട്സപ്പ് ഗ്രൂപ്പുകളിലായാലും ഇത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. നമ്മുടെ ഉള്ളിലെ കഴുതയെ നിയന്ത്രണത്തോടെ അടിച്ചമർത്തി നമ്മുടെ ഉള്ളിലെ നന്മയെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമ്പോൾ മാത്രമാണ് നല്ല സ്വഭാവത്തിന് ഉടമകളാകുന്നത്. ആയതിനാൽ എല്ലാവർക്കും നല്ല ദേഷ്യമില്ലാത്ത ശാന്തമായ സ്വഭാവമുണ്ടായിത്തീരാൻ ആത്മനിയന്ത്രണം ആവശ്യമാണ്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയൊക്കെ, ആർത്തലച്ചു വരുന്ന കടലിൻ്റെ തീരത്ത് ഒരു പുൽനാമ്പ് പോലും ഇല്ല. എന്നാൽ ശാന്തമായി ഒഴുകുന്ന പുഴയുടെ തീരത്ത് നിറയെ വൃക്ഷങ്ങളും ചെടികളുമുണ്ട്. അതുപോലെ കോപത്തെ നിയന്ത്രിച്ച് ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയാകുവാനും ഒരു നല്ല റോസാപ്പൂവിനെ ഞെരിച്ചമർത്തുമ്പോൾ സ്വയം വേദനിക്കുമ്പോഴും മറ്റുള്ളവർക്ക് സൗരഭ്യം പകർത്തുവാനും എനിക്കും നിനക്കും സാധിക്കട്ടെ.